Good morning, children. Today we are going to learn the second lesson of our English textbook, that is Wonderful Waste. It is a Kerala traditional story. It is a folk story. Once the Maharaja of Travancore ordered a grand dinner in his palace. In the afternoon before the dinner, the Maharaja entered the kitchen to survey the dishes that had been prepared for the feast. ഒരിക്കലും തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് എന്തൊക്കെ ഡിഷസ് ആണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം അദ്ദേഹം എവിടേക്ക് എൻ്റർ ചെയ്തു? കിച്ചണിലേക്ക് എൻ്റർ ചെയ്തു. ആൻഡ് ഹി ആസ്ക്ഡ് ദ കുക്ക് ദാറ്റ് വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് ദോസ് വെജിറ്റബിൾ സ്ക്രാപ്സ്? അദ്ദേഹം നോക്കിയപ്പോൾ കിച്ചൻ്റെ മൂലയ്ക്ക് കുറേ വെജിറ്റബിൾസ് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന അതിൻ്റെ വേസ്റ്റുകൾ എന്ന് പറയുന്ന ഭാഗങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. രാജാവ് ഇത് കണ്ട് ചോദിച്ചത് എന്താണ് ചെയ്യാൻ പോണത്? ദ കുക്ക് റിപ്ലൈഡ്, ദേ ആർ വേസ്റ്റ്, വി വിൽ ത്രോ ദം അവേ. ദീസ് ആർ വേസ്റ്റ് ആൻഡ് വി വിൽ ത്രോ ദം അവേ. Then the Maharaja said, no, you cannot waste all these bits and pieces of vegetables. Find a way to use them. സോറി, നമുക്കിത് വേസ്റ്റ് ഒന്നും കളയാൻ പാടില്ല. ഇതിനകത്ത് വെജിറ്റബിൾസിൻ്റെ പീസസ് ഉണ്ട്, അതിൻ്റെ ബിറ്റ്സ് ഉണ്ട്. സോ ഫൈൻഡ് എ വേ ടു യൂസ് ദം. It was Maharaja's command. So the Maharaja commanded to the cook to find a way to use them. The cook was in a fix and kept starting at the vegetable scraps for some time. അദ്ദേഹം ഭയങ്കരമായിട്ട് പെട്ടുപോയി. ദ കുക്ക് വാസ് ഇൻ എ ഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി. ആൻഡ് കെപ്റ്റ് സ്റ്റെയറിങ് അറ്റ് ദ വെജിറ്റബിൾ സ്ക്രാപ്സ് ഫോർ സം ടൈം. ആ മൂലയ്ക്ക് കൂട്ടിയിരിക്കുന്ന ആ പച്ചക്കറി വേസ്റ്റുകൾ അദ്ദേഹം സൂക്ഷിച്ച് കുറേ നേരം നോക്കിയിരുന്നു. സഡൻലി an ഐഡിയ ഫ്ലാഷ്ഡ് അക്രോസ് ഹിസ് മൈൻഡ്. പെട്ടെന്ന് അതിൻ്റെ മനസ്സിലേക്ക് ഐഡിയ വന്നു. വാട്ട് he did? He washed them and cleaned them well, and he cut them into long strips, and he put them in a huge pot, placed it on the fire to cook. അദ്ദേഹം ഇതിനെല്ലാം കൂടെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഒരു പോട്ടിലിട്ട് അടുപ്പിലേക്ക് വെച്ചു. Then he add some fresh coconut, green chilies and garlic together. അതിനോടൊപ്പം കുറച്ച് പേസ്റ്റ് ചെയ്ത കോക്കനട്ടും കുറച്ച് ഗ്രീൻ ചില്ലീസും ആൻഡ് ഗാർലിക് മീൻസ് വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ പേസ്റ്റ് ചെയ്ത് കുറച്ച് ഉപ്പും ആൻഡ് കുക്കിംഗ് ഈ വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു. എ ടെംപ്റ്റിംഗ് സ്മെൽ സ്റ്റാർട്ടഡ് കമ്മിങ് ഫ്രം ദ പോട്ട്. പെട്ടെന്ന് തന്നെ നല്ല ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഡെലീഷ്യസ് ആയ ഒരു ഫുഡിൻ്റെ മണം പെട്ടെന്ന് ഈ പോട്ടിൽ നിന്ന് വന്നു. നൗ ഹി വിപ്ഡ് സം കർഡ് ആൻഡ് ആഡഡ് ഇറ്റ് ടു ദ കറി. പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് തൈരും കൂടെ കടഞ്ഞെടുത്ത് അതിനോടൊപ്പം ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലും ആൻഡ് ഹി പുട്ട് സം കറി ലീവ്സ് ഇൻ ടു ദ പോട്ട്. ലോ ആൻഡ് ബിഹോൾഡ് ദ ന്യൂ ഡിഷ് വാസ് റെഡി. അതിശയമായി, കാരണം നല്ല ഒരു പുതിയ ഡിഷ് ഉണ്ടായി. ദ കുക്ക് സെർവ് ദിസ് ന്യൂ ഡിഷ് ടു ദ ഗസ്റ്റ് ദാറ്റ് ഈവനിങ്. പെട്ടെന്ന് കുക്ക് എന്ത് ചെയ്തു? ഇത് വൈകുന്നേരം വന്ന ഗസ്റ്റിന് ഇത് സെർവ് ചെയ്തു. എവരി വൺ വാസ് ഈഗർ ടു നോ ദ നെയിം ഓഫ് ദ ന്യൂ ഡിഷ്. The cook thought and thought. Then a name came to his mind. So all the guests, those who were gathered there, they were eagerly waiting for the name of the new dish. And the cook then thought and came up a new name in his mind. That was, he named it Aviyal. That's how Aviyal became famous all over Kerala and is now one of the dishes in a traditional Kerala feast. And imagine, it all came from a basket full of waste. It all came from a basket full of waste. All of you take your textbook and underline the words what I say and write all these words 5 times in your notebook. In the first paragraph, in the second line, ordered, ORDERED, order കൊടുത്തു, കമാൻഡ് ചെയ്തു. ആൻഡ് ഇൻ ദ ഫോർത്ത് ലൈൻ entered, ENTERED, entered. And the last line of the first paragraph, prepared, PREPARED. And the second paragraph, scraps, SCRAPS, scraps. And the next paragraph, sternly,
STERNLY. Stirred means ഉറച്ച ശബ്ദത്തോടെ. Scraps means pieces. Prepare ചെയ്തു. Entered പ്രവേശിച്ചു. And the next page, in the third paragraph, strips. Strips means നീണ്ട കഷ്ണങ്ങൾ. അതാണ് strips. And next one, garlic. GARLIC. Garlic means വെളുത്തുള്ളി. And in the next paragraph, tempting. TEMPTING. Tempting means very delicious, very attractive. Tempting. And the next one, whipped. WHIPPED. Whipped means കടഞ്ഞെടുക്കുക. ഈ തൈരൊക്കെ കടഞ്ഞെടുക്കുക എന്ന് പറയുന്നത് whipped. 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 കടഞ്ഞെടുക്കുക. And next one, poured. POURED. poured means ഒഴിക്കുക. കുറേശ്ശെ വേറൊന്നിലേക്ക് ഒഴിക്കുന്നതാണ് നമ്മൾ pouring എന്ന് പറയുന്നത്. poured. And the next one, അലങ്കരിക്കുക. decorated. DECORATED. And the last paragraph, traditional. Traditional means പാരമ്പര്യമായിട്ടുള്ളത്. TRADITIONAL. Traditional. And the last one is imagine. 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 Dear students, all of you read your textbook at your home thoroughly, daily at home. Okay. So we will meet in the next class. Till then, take care. Bye bye.